അഴകേറും കലമാൻ മിഴിയുള്ളിവളാരോ ഒരു വാക്കും ഒരു നോക്കും ഇവൾ നൽകിയിടുമ്പോ ഒളിക്കണ്ണാൽ അറിയാതാരും നോക്കിയിടുന്നു ഒരു വാക്കും ഒരു നോക്കും ഇവൾ നൽകിയിടുമ്പോ ഒളിക്കണ്ണാൽ അറിയാതാരും നോക്കിയിടുന്നു ആരോ ഇവളാരോ ആരോ ഇവൾ ആരോ ആരോ ഇവളാരോ ആരോ അമ്മ കിടക്കുന്നില്ലേ? ഇവൾ ആരോ നീ കിടന്നോ, അച്ഛൻ വരട്ടെ. അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ 1 മണിയാവും. പിന്നെ ഇവിടെ എപ്പെത്താനാ? അമ്മ വന്ന് കിടന്നേ. ഞാൻ കിടന്നോളാം, നീ കിടക്ക്. നാളെ നിനക്ക് കോളേജിൽ പോകണ്ടേ? ശരി ശരി. അമ്മ ഓ പണ്ടാരം, മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താടി? എന്താ ഇതന്നെ, കഥയാണോ? അതൊന്നും നീ അറിയണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. ഒരു ദിവസം ഡയറിയിൽ കിട്ടും. എന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. ഓ കിടന്നുറങ്ങാൻ നോക്ക്. ഇന്ന് കർത്തവാ, പ്രേതങ്ങൾ ഇറങ്ങണ സമയാ. മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ മാളു. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ശരി എന്നാ. പ്രേതങ്ങൾ ഇറങ്ങണ സമയാ. ബിജുട്ടാ, നിന്നെ ഇന്നലെ കണ്ട് 4 പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഉറങ്ങല്ലേ, പോട്ടേന്ന് വെച്ചു. എന്താ ബിജുട്ടാ? അമ്മയും മോളും വാതിലടയ്ക്കാതെ അങ്ങ് കിടന്നുറങ്ങിയല്ലേ രാത്രി? വാതിലടിച്ചല്ലോ. ആ അടച്ചു. നീയല്ല, ഞാൻ. ട്രെയിന് കുറച്ച് നേരത്തെ എത്തിയെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇന്നലെ വിളിച്ചത്. അത് വല്ല ഓർമ്മയുണ്ടാ? എന്നിട്ട് ഓ നീ ഒന്ന് പോയ നന്ദിനി. സോറി ബിജുട്ടാ, ഞാൻ ബിജുട്ടൻ വന്നിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. ഈ മാള് ഓരോ കഥകൾ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു എടി നാണം ഉണ്ടോടി? എന്ത് പേടിയത്? പിള്ളേരെ പോലെ പ്രേതകഥയും പറഞ്ഞ് പേടിക്കാൻ. മോള് കേൾക്കണ്ട. ഓ
ഞാനിനി കേൾക്കാനായിട്ട് ബാക്കി ഒന്നുമില്ല. എല്ലാം ഞാൻ കേട്ടു. അച്ഛൻ പറഞ്ഞ എനിക്കും പറയാനുള്ളൂ. നാണുണ്ടോ അമ്മേ? നിന്നോട് ആരടി എന്റെ ഫോണിൽ റിംഗ് ടോൺ മാറ്റാൻ പറഞ്ഞേ? അത് ഞാൻ കാന്താര കണ്ടൊരു ഹാങ് ഓവർ അല്ലെങ്കിൽ മാറ്റിയതാ. അതിനിപ്പോ എന്താ? എന്റെ ഫോണിൽ റിംഗ് ടോൺ മാറ്റുമ്പോ എന്നോട് പറയണ്ടേ? അത് ശരി. നീ ചെയ്തത് തെറ്റ്. അനുവാദമില്ലാതെ ഒരാളുടെ ഫോൺ എടുത്ത് ഉപയോഗിക്കരുത്. അച്ഛൻ ചുമ്മാ ബാഹുബലി കളിക്കാതെ പോയി കുളിക്കാൻ നോക്കിയേ. അയ്യോ. വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഓ ആ ചായ. ആ. അല്ല നീ എന്ത് ചിരിക്കുന്നേ? നിന്റെ കുളി കഴിഞ്ഞാ? ഇല്ല, കുളിക്കണം. അമ്മ, എന്റെ പർപ്പിൾ ചുരിദാർ കണ്ടോ? അതാ അലമാരയിലുണ്ട്. ഒന്ന് പോയി കുളിക്ക്. ഓക്കേ. ആ അലമാരയുടെ താക്കോൽ എവിടെ? അതിന്റെ പേഴ്സിലുണ്ട്. അയ്യോ, കണ്ടു കണ്ടു കണ്ടില്ല, താക്കോല് കണ്ടു കണ്ടില്ല. കണ്ടു കണ്ടു നാ നിന്റെ പർപ്പിൾ ചുരിദാർ. ഓ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടാ അലമാരയിന്ന്? ഇല്ലേ. ആഹാ, മൊത്തം വാങ്ങിച്ചല്ലോ. കുറെ നേരമായി വന്നിട്ട്. ഇതൊന്ന് പിടിച്ച മാളൂ. നിന്റെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിഞ്ഞല്ലേ? എന്താ ഇത്ര നേരം? അമ്മ, എനിക്ക് വിശക്കണോ? Idiot. എന്താ മോളെ? ആരത്? എനിക്കറിയില്ല അമ്മ. ഇവനൊന്നും പെമ്പിള്ളരെ കാണാത്ത പോലെ. കുറെ കാലായി തുടങ്ങിയിട്ട്. നീ അങ്ങോട്ട് നോക്കണ്ട, കുടിക്ക്. ഈ പന്നം. മാളു, അത് വിട്. അച്ഛൻ വന്ന് കണ്ട പ്രശ്നമാവും. ഹലോ. എന്താ നിങ്ങൾ രണ്ടുപേരുടെയും മുഖത്തൊരു വല്ലായ്മ? ഞാൻ പോണതിൻ്റെ ആണോ? എടി, പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊന്നും അല്ലല്ലോ. അതിന് 2 വർഷം കഴിഞ്ഞാൽ ഞാനിങ്ങ് തിരിച്ചു വരികയും ചെയ്യും. അച്ഛനൊന്നും വേണ്ടേ കുടിക്കാൻ? ഓ വേണ്ട, നമുക്ക് പോയാലോ. നമ്മുടെ ജോണ് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ജർമ്മനിയിലെ ജീവിതമൊക്കെ മതിയാക്കിയെന്നാണ് പറയുന്നത്. അവന് എന്തോ ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഞാൻ അവനോട് വൈകിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറ, വെറുതെ അല്ല വീട്ടിൽ പോകാനത്തെ തിരക്ക്. താനേതായാലും 1-2 വർഷം വടക്കേ ഇന്ത്യക്കൊക്കെ കണ്ടും ഇറങ്ങി വാ. ഹോ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ഫ്രാൻസിസ് കുരുവിള. ഹലോ, നൈസ് ടു മീറ്റ് യു. ജർമ്മനിയിലെ എൻ്റെ പാർട്ണറാ. ഹലോ. മാഷ്ക്ക് വിനയം കുറച്ച് കൂടുതലാ, പക്ഷേ ബിസിനസ്സിൽ മുട്ടണ്ട. മോശമൊന്നുമില്ല. ഹോ, നമ്മളൊക്കെ എന്ത്. പുള്ളിയുടെ ബിസിനസ് പാർട്ണറായിരുന്ന ജർമ്മൻകാരിനെ ലൈഫ് പാർട്ണറൊക്കെ മുതലാ. എൻ്റെ പൊന്നാച്ചായോ, ഞാൻ ഒരു പാവ, ഞാൻ ജീവിച്ചു പോക്കോട്ടെ. ഓ, എന്നാ ഒരു അഭിനയ. ബിസിനസ്സൊക്കെ വിട്ട് സിനിമ നടനാവാൻ നടക്കുക. ചുമ്മാ ഒരു മൂട്. കൊള്ളാലോ. എടാ, മേരി മോൻ്റെ കാര്യം എന്താ തീരുമാനിച്ചു? ഓ, ഞാൻ കുറേ വിളിച്ചതാന്നേ. അവൾക്ക് ജർമ്മനി വിട്ട് വരാൻ താല്പര്യമില്ല. 2 കൊല്ലം കൂടെ അവൾക്കോട്ട് ജോലി ചെയ്യണമെന്ന്. ചെറുക്കൻ്റെ പഠിപ്പും കൂടെ അങ്ങ് കഴിഞ്ഞ് ഒരുമിച്ച് പോരാം. അതെ, ഭക്ഷണമെല്ലാം കഴിക്കണ്ടേ? നേരം പാതിരാത്രിയായി. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചേക്കാം. അമ്മ, ഇതാ ഒരു പഴുതാര. എൻ്റെ നന്ദിനി കൊച്ചെ, നിൻ്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലല്ലോ.
ഈ ഒരൊറ്റ കാര്യത്തിലേ എനിക്ക് ഇവളെ പേടിയുള്ളൂ. എൻ്റെ മോളെ ഇവളെ ഏൽപ്പിച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്. ഈശ്വരാ, മോളെ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അല്ല ഓക്കെ ആണച്ചാ. ആ, ഇല്ലെങ്കിൽ എനിക്ക് ഓടി വരാൻ പറ്റില്ല. നന്ദിനി, ഞാനൊരു കാര്യം പറയട്ടെ. നീ നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു അമ്മയാണ്, പിന്നെന്താ പറയുക, നല്ലൊരു കുക്കാണ്. മൊത്തത്തിൽ നീ പൊളിയാണ്. നിന്റെ ഈ പേടിയെന്നുള്ള സ്വഭാവം ഒഴിച്ച്. ആ, എൻ്റെ മോളൊന്ന് വളർന്നോട്ടെ. പക്ഷെ നിന്റെ ഈ സ്വഭാവം എൻ്റെ മോൾക്കൂടെ കൊടുത്തേക്കരുത് കേട്ടോ. ബിജുവേ, ആ. നമുക്ക് അങ്ങ് ഇറങ്ങിയാലോ, ലേറ്റ് ആവണ്ട. എന്നാലേ, ഹലോ, ഇറങ്ങട്ടെ, പോട്ടെ മോളെ. ശരി. ഇതൊന്ന് ഡിക്കൊന്ന് ഓപ്പൺ ചെയ്യും. ആ. ഈ വണ്ടി എടുക്കടാ. ഓക്കെ. പോട്ടെ. എന്ത് പറ്റി? അമ്മ, എന്താ അത്? എന്തിനാ കരയണേ? 2 വർഷം കഴിഞ്ഞാ അച്ഛങ്ങ് വരൂലേ? പിന്നെ എന്താ അമ്മ? എന്താ അച്ഛൻ പറഞ്ഞേനാണോ? അച്ഛനൊരു തമാശ പറഞ്ഞല്ലേ? എന്റെ അമ്മ സൂപ്പർ അല്ലേ? പോരെ? ഇനി ഞാൻ എന്റെ അമ്മ അടിച്ചു പൊളിക്കും. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കടോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അല്ല, ആ ഡയറിയിൽ എന്താ? ആ, അതിലൊന്നുമില്ല. നന്ദിനി തമ്പുരാട്ടി, കാര്യം പറ. വല്ല കവിതയോ പ്രണയലേഖനം എന്തെങ്കിലും ആണോ? അല്ല, പറയാൻ പറ്റില്ലേ, പഴയ ആൾക്കാരല്ലേ. കാണുമ്പോ പറയാമോ കരളിലെ അനുരാഗം. നിനക്കിന്ന് ക്ലാസ് ഒന്നുമില്ലേ? പോയി റെഡിയാവാൻ നോക്ക്, സമയായി. ക്യാരക്ടർ മാറിയാ? മാളു, പോയി കുളിക്ക. എടാ, നീ നന്ദിനിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. ഏത്? അതോ? ഹേയ്, അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. കുഴപ്പമാണ് മോനെ, നന്ദിനിയല്ല, ഞാനാണ് കുഴപ്പം. നീയോ? എടാ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഭാര്യമാർ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. പക്ഷെ അത് നമ്മുടേതായ സ്വകാര്യതയിൽ വേണം. ഇവിടുത്തെ പ്രശ്നം ഞാനാ. എൻ്റെ മുന്നിൽ വെച്ചെന്നല്ല, മറ്റേതൊരാളുടെ മുന്നിൽ വെച്ചു ഭാര്യമാരോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് അവർക്ക് വല്ലാതെ ഇൻസൾട്ടാകും. ഓ, ഞാനത്ര ഓർത്തില്ല. പിന്നെ അവർക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും മനസ്സറിഞ്ഞൊരു സോറി പറഞ്ഞാൽ അവർ ക്ഷമിക്കും. 2 കൊല്ലം നീ കൊടുക്കുന്ന ധൈര്യത്തിലാവണം ഇനി അവർ ജീവിക്കാൻ പോകേണ്ടത്. പോവാ, ഇനി നീ വണ്ടി എടുക്ക്. അമ്മ, വോൾട്ടേജ് കുറവാണോ? അത് രാവിലെ തുടങ്ങിയതാ. ലാ 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 ലാ.
Nandini Prabhakaran is now the state level champion in Kung Fu. A talented woman. Very proud moment for her college. I'm proud as a woman. I believe in myself. I love myself. ഇനി നീ പോലീസിനെ വിളിച്ചോ?